ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എൻ്റെ മോൻ്റെ സ്കൂൾ ഇക്കൊല്ലം ഇച്ചിരി ലേറ്റായിട്ടാണ് തുറക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഈ ട്രാൻസ്പറൻറ്റ് ഷീറ്റിട്ട് ബുക്ക് പൊതിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാന്ന് പറയുന്ന ആളുകൾ വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഈ വർഷത്തെ ജോലി കഴിഞ്ഞെങ്കിലും അടുത്ത വർഷം കഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതൊന്ന് ചുമ്മാ നോക്കി ചെയ്യാം. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഈ കറക്റ്റായിട്ട് ആ ബുക്കിൻ്റെ സൈസിന് വെച്ചിട്ട് ഈ പേപ്പർ ട്രാൻസ്പറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസിന് വെച്ചിട്ട് ആ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് ട്രാൻസ്പറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു ട്രാൻസ്പറൻറ്റ് സെല്ലോ ടേപ്പ് കൊണ്ട് കറക്റ്റ് ടൈമിൽ ഒട്ടിച്ചു കൊടുത്തു. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അപ്പം തന്നെ മടക്കിയാലിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി മടക്കിയ ഉടനെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ നിൽക്കുന്ന രണ്ട് സൈഡ് ആ ഫോൾഡ് ചേർത്തൊന്ന് കട്ട് ചെയ്തു. രണ്ട് പോർഷനും, അതായത് രണ്ട് സൈഡും നാല് ആ പീസസ് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന ആ ചെറിയൊരു പീസ് ആ കവറിൻ്റെ ഇടയിലോട്ട് കയറ്റി മടക്കി വെച്ചിട്ട് ആ കോർണർ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഈ ഒരുപാട് പേജസ് ഇല്ലാതെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത ബുക്കുകൾ മാത്രമേ നമുക്ക് ഇങ്ങനെ പൊതിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ അപ്പുറത്തെ കോർണർ ഇതുപോലെ മടക്കി തന്നെ വെക്കണമായിരുന്നു, അല്ല കട്ട് ചെയ്ത് തന്നെ കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനത്തെ ബുക്കായതുകൊണ്ട് എനിക്കിതിൻ്റെ ഇടയിലോട്ട് ഫോൾഡ് ചെയ്ത് അത് ബൈൻഡ് ചെയ്യാൻ പറ്റിയ. പക്ഷേ അത് ഒരു പ്രത്യേക ഭംഗിയും വൃത്തിയൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ ബുക്കുകൾ ഇതുപോലെ ഇടയ്ക്കൂടെ കയറ്റിയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രാൻസ്പറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തെന്നി പോകുന്നതുകൊണ്ട് ചെറുതായിട്ട് സെല്ലോ ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ടോ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാന്നേ. പിന്നെ ചുമ്മാ സ്കൂൾ തുറപ്പൊക്കെ അല്ലേ, ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടേക്കാന്ന് വെച്ചു. നമ്മുടെ പിള്ളേരുടെ മുമ്പിലിരുന്ന് ഇമാതിരി വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ മെനക്കെട്ടാലും അവർക്ക് ആ വർഷം മൊത്തം ഒന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇത് വെച്ച് മെനക്കെടുന്ന കണ്ടിട്ട് തോന്നിയാലോ എന്ന് ഓർത്തിട്ടാണ്.